السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സത്യവിശ്വാസികൾ, നമുക്ക് ഏറ്റവും വിലപ്പെട്ട അല്ലെങ്കിൽ നാം ജീവിക്കുന്നതിന്റെ തന്നെ ലക്ഷ്യമായ ഈമാനിന്റെ പൂർത്തീകരണം, അതിനെക്കുറിച്ച് നാം പഠിച്ചു വന്നിരുന്ന ഒരു ചെറിയ ഗ്രന്ഥമാണ് ഇമാം സഅദി റഹിമഹുല്ലാ രചിച്ച അത്തൗദീഹ് വൽ ബയാൻ ലിശജറത്തിൽ ഈമാൻ. ഈമാനിന്റെ ചില്ലകളെ, വ്യത്യസ്ത ശാഖകളെ വിശദീകരിക്കുന്ന, വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്നുള്ളത്. അഞ്ചോളം ദർസുകൾ നമ്മൾ ഈ വിഷയമായിട്ട് എടുത്തു. അതിലെന്താണ് ഈമാൻ, ഈമാനിന് എന്താണ് തഅരീഫ്, അതിനെ കുറിച്ചെല്ലാം ഒന്നാമത്തെ ഫസ്ല് പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തിൽ എങ്ങനെയാണ് ഈമാൻ നേടിയെടുക്കേണ്ടത്, അതിൽ എവിടെ നിന്നാണ് നമുക്ക് ഈമാൻ ലഭിക്കുക, ഈമാൻ വർദ്ധിക്കുക, എന്തൊക്കെ കാര്യങ്ങളെ കൊണ്ടാണ് എന്നുള്ള രണ്ടാമത്തെ ഫസ്ലാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അതിന് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു നിർത്തിയത് ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് ഈമാൻ വർദ്ധിക്കാൻ, സൃഷ്ടികളോട് സംസാരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇഹ്സാൻ ചെയ്യുക എന്നുള്ളത് ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യമായിട്ട് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ശൈഖ് പറയുന്നത് ഖൗലുഹു തആല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഇലാ ഖൗലിഹി ഉലൈക ഹുമുൽ വാരിഥൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുഅ്മിനിന് ഉണ്ടായിരിക്കേണ്ട സിഫത്തുകൾ എന്തൊക്കെയാണ് എന്നാണ്. അപ്പൊ ആ സിഫത്തുകൾ നാം നേടിയെടുക്കുന്നതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് ഈ കാര്യങ്ങൾ മാറുന്നതാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളെ ശൈഖ് എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഫഹുബൂറുൽ ഖൽബി ഫിസ്സലാ, നമസ്കാരത്തിൽ ശ്രദ്ധയുണ്ടാവുക എന്നുള്ളത്. الذين هم في صلاتهم خاشعون എന്ന് ഖുർആനിൽ പറഞ്ഞ ആയത്തിനെ നമസ്കാരത്തിൽ ഹുദൂറുൽ ഖൽബ്, ഖൽബിന്റെ ശ്രദ്ധ. ഞാൻ നമസ്കരിക്കുകയാണ്, ഞാൻ ചെയ്യുന്നത് നമസ്കാരമാണ്, അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം. ശൈഖ് പറയുക فكون المصلي يجاهد نفسه على استحضار ما يقول ويفعله من القراءة والذكر والدعاء فيها. ഒരാൾ നമസ്കരിക്കുമ്പോൾ അവനവന്റെ നഫ്സിനെ പരമാവധി അവൻ ചൊല്ലുന്ന ദിക്റുകൾ, ദുആകൾ, അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി ആ ശ്രദ്ധയിൽ നമസ്കരിക്കുക. അതുപോലെ അവന്റെ നൃത്തത്തിൽ, റുകൂഇൽ, സുജൂദിൽ, അതുപോലെയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ നമസ്കരിക്കുകയാണ് എന്നുള്ള ബോധം അവനുണ്ടായാൽ അത് അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നമസ്കാരം എന്ന് തന്നെ, നമസ്കാരത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്നാണ് പരിചയപ്പെടുത്തിയത്. ഈ കിതാബിന്റെ തുടക്കത്തിൽ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ കാന അല്ലാഹു ലിയുദിയ ഈമാനക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി കളയില്ല എന്നുള്ളത്. അതായത് ഖിബ്ല മാറ്റം സംഭവിച്ചപ്പോ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് മുസ്ലിമീങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. ആ നമസ്കരിച്ച മുസ്ലിമീങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് ഖിബ്ല മാറിയപ്പോൾ കഅബയിലേക്ക് തിരിഞ്ഞപ്പോൾ ആളുകൾക്കിടയിൽ സംശയമായി, ഇത്ര കാലം നമസ്കരിച്ച നമസ്കാരങ്ങൾ പാഴായി പോവോ, അല്ലെങ്കിൽ നമസ്കരിച്ച് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടില്ലേ? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറക്കുന്നത്, നിങ്ങളുടെ ഈമാൻ അഥവാ നമസ്കാരം അല്ലാഹു പാഴാക്കി കളയില്ല. അപ്പൊ നമസ്കാരത്തെ തന്നെ ഈമാൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു തആല പറഞ്ഞു വഅഖിമിസ് സ്വലാത ഇന്നസ് സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. നിങ്ങൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക, കൃത്യതയോടുകൂടി നിർവഹിക്കുക. ഇന്ന സ്വലാത തൻഹാ,
തീർച്ചയായിട്ടും നമസ്കാരം തടയും. എന്തിന്? അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വലദിക്റുല്ലാഹി, മ്ലേച്ഛതകൾ, തിന്മകൾ, അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമസ്കാരം തടയും. എന്നിട്ട് അള്ളാഹു അതിനോട് അവസാനിപ്പിച്ചത് വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ് വലുത്. അതായത് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടെങ്കിലാണ് ആ നമസ്കാരം നമുക്ക് തിന്മകളിൽ നിന്ന് നമ്മളെ തടയുള്ളൂ. നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും നാം തിന്മകളിൽ മുഴുകുകയാണെങ്കിൽ അതിന്റെ ഒരു സൂചന എന്നുള്ളത് നമ്മുടെ നമസ്കാരത്തിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. വാഹിറായതാവാം, ബാത്തിനായതാവാം, ബാഹ്യമായിട്ടുള്ള കുറവുകളാവാം, അല്ലെങ്കിൽ കൽബുമായി ബന്ധപ്പെട്ട കുറവുകളുമായിരിക്കാം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ആയത്തുകളിൽ കിട്ടുന്ന ഒരു കാര്യം ശേഖ് പറയുന്നത് ജക്കാത്ത് എന്നുള്ളത്, സ്വതക്ക, ദാനധർമ്മങ്ങൾ, നിർബന്ധമായ ജക്കാത്തും അതുപോലെ ദാനധർമ്മങ്ങളും. ഇത് ഒരുത്തന്റെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതൊരുത്തന്റെ ഈമാനിനുള്ള തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സദഖതു ബുർഹാനുൻ, സ്വതക്ക എന്ന് പറഞ്ഞാൽ അതൊരു തെളിവാണ്. അതൊരു തെളിവാണ്. എന്തിനുള്ള തെളിവ്? അവന് ഈമാൻ ഉണ്ട് എന്നുള്ളതിന് തെളിവ്. അവന് ഈമാൻ ഉണ്ട് എന്നതിനുള്ള തെളിവാണ് അവൻ സ്വതക്ക നൽകുന്നു എന്നുള്ളത്. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഗൈബിയായ നിലയ്ക്ക് നമുക്ക് നന്മ വരുത്താനോ നമ്മളിൽ നിന്ന് തിന്മ തടയാനോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിവുള്ളൂ എന്നുള്ളത് ഈമാനിന്റെ അടിസ്ഥാന കാര്യം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ എന്റെ സമ്പത്ത് സ്വതക്ക കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ കാര്യങ്ങൾ നടത്തിത്തരും. എങ്ങനെ എന്നുള്ള ചോദിച്ച പ്രസക്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാൻ ഖാദിറാണ് എന്നുള്ള ഈമാനിന്റെ തെളിവാണ് ഒരുത്തൻ സ്വതക്ക കൊടുക്കുന്നത്. ഒരുത്തൻ അവന്റെ കയ്യിലുള്ള വസ്തുക്കളിലാണ് പൂർണ്ണമായി ആശ്രയിച്ചത് എങ്കിൽ അവന് സ്വതക്ക കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നബി തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് സ്വതക്ക എന്ന് പറഞ്ഞത് ജിഹാദാണ്. ധീരൻ അതിനു മുമ്പിൽ ഉറച്ചു നിൽക്കും, വീര് പേടിച്ചു പോകും. കാരണം അവൻ ഈ പണത്തിലാണ് ഈ പണമാണ് എന്റെ കാര്യങ്ങൾ നടത്തുന്നത്, ഇതാണ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ദീനാറിന്റെയും ദിർഹന്റെയും സമ്പത്തിന്റെയും അടിമയായി മാറുന്ന നിലയ്ക്ക് ഇത് പ്രധാന ലക്ഷ്യമായി വെച്ചിട്ടുള്ളവന് സ്വതക്ക കൊടുക്കാൻ സാധിക്കില്ല. കാരണം അല്ലാഹുവിന് വിശ്വാസമല്ല. പക്ഷേ ഇതൊരു കാരണം മാത്രമാണ്. കാര്യം നടത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കാര്യം നടത്താൻ കാരണങ്ങൾ നിർബന്ധമല്ല എന്നുള്ള വിശ്വാസമുള്ള ഒരുത്തന് അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ സാധിക്കും. അതാണ് അസ്സദഖത്തു ബുർഹാനുൻ, ഒരുത്തന്റെ ഈമാനിന്റെ തെളിവാണ് അവൻ സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയ ഒരാൾക്ക് അതിനെക്കുറിച്ച് ഭയം ഉണ്ടാവില്ല, അതിനെക്കുറിച്ച് പേടി ഉണ്ടാവില്ല. അവൻ ധീരതയോടെ അതിന് ചെലവഴിക്കാൻ തയ്യാറാവും അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്. കാരണം അവന് ഉറച്ച വിശ്വാസം ഉണ്ടാകും. അള്ളാഹുവാണ് എന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് റസ്സാഖ്. അതുകൊണ്ട് എന്റെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യ സമയത്ത് പൂർത്തീകരിച്ചു തരും. ആ ഒരു വിശ്വാസം അതാണ് സ്വതക്ക തെളിവാണ്. അത് ഈമാൻ ധാരാളമായി വർദ്ധിപ്പിക്കും. അത് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അടുത്തത് വൽഇഅറാദു അനിൽ ലഹു, ലഘുവിൽ നിന്ന്, ലഘു എന്ന് പറഞ്ഞാൽ ലഘുവിൽ നിന്ന് തിരിഞ്ഞു കളയൽ. ലഘു എന്ന് പറഞ്ഞാൽ അല്ലദീ ഹുവ കുല്ലു കലാമിൻ ലാ ഖൈറ ഫീ വകുല്ലു ഫിഅലിൻ ലാ ഖൈറ ഫീ, ഒരു നന്മയുമില്ലാത്ത സംസാരങ്ങൾ, ഒരു നന്മയുമില്ലാത്ത പ്രവർത്തനങ്ങൾ, അതാണ് ലഘു എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞ അനാവശ്യ കാര്യങ്ങൾ, ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നുള്ളത്. കാരണം ഒരു മുഅ്മിൻ ബൽ യഖൂലൂനൽ ഖൈർ വയഫ്അലൂന, അവൻ എപ്പോഴും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തായിരിക്കും? ഖൈറായിരിക്കും. വയതർകൂന ശർറ ഖൗലൻ വഫിഅലൻ, പ്രവർത്തനങ്ങളും സംസാരങ്ങളുമായിട്ട് എല്ലാ തിന്മയായ കാര്യങ്ങളും അവൻ ഒഴിവാക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. സത്യത്തിൽ നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അനാവശ്യ സംസാരങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം. അത് നമ്മുടെ ഈമാൻ ദുർബലമാക്കും. ഉദാഹരണത്തിന് ദുനിയാവിന്റെ ആളുകൾ, ദുനിയാവിന്റെ ചിന്തകളിൽ മാത്രം മുഴുകുന്ന ആളുകൾ, ആ ആളുകളോടൊപ്പം നമ്മൾ കുറച്ചു പോയി ഇരുന്നു എന്ന് വിചാരിക്കാം. അവരോടൊപ്പം ഇരിക്കാൻ പാടില്ല. ശരിക്കും അനാവശ്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ദുനിയാവിയായ നേട്ടമില്ലാത്ത ഒരു വിഷയത്തിൽ ദുനിയാവിന്റെ ആളുകളോടും കൂടി പോയിരുന്നിട്ട് സമയം ചെലവഴിക്കുന്ന മുഅ്മിൻ യോജിച്ച കാര്യമല്ല. അങ്ങനെ സമയം ചെലവഴിച്ചാൽ ഉറപ്പ് അവർ നമ്മുടെ ഈമാനിൽ നിന്ന് ചോർത്തിയെടുക്കും. നമ്മുടെ ഈമാൻ അവരോടൊപ്പം ഇരുന്ന് ദുർബലമാകും. നമ്മുടെ സഹവാസം ആരോടാണ് എന്നുള്ളത് വലിയ വിഷയമാണ്. കാരണം നമ്മളിപ്പോ കുറച്ച് ആളുകൾ, നമ്മുടെ കൂട്ടുകാർ, അവരെപ്പോഴും ദുനിയാവിന്റെ കാര്യങ്ങൾ, കച്ചവടം, സമ്പത്ത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വീട് അല്ലെങ്കിൽ ഭക്ഷണം, ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾ.
സ്വാഭാവികമായിട്ട് അവരോടൊപ്പം കൂടിയത് നമ്മളെന്താ വിചാരിക്കുക, ഇതാണ് ദുനിയാവ്. അതേ സമയത്ത് നമ്മൾ വേറെ കുറെ മുഅ്മിനീങ്ങളോടൊപ്പം പരലോകത്തെ ഓർമ്മിപ്പിക്കുന്ന ആളുകളോടൊപ്പം അവർ സംസാരിക്കാനുള്ളത് സ്വർഗത്തിലെ ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്, സ്വർഗത്തിലെ സൗകര്യങ്ങളെ കുറിച്ചിട്ടാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടാണ്, അള്ളാഹുവിലേക്ക് അടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലോ അത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ നൽകും, പരലോകത്തിൽ കൂടുതൽ അമലും ചെയ്യാൻ സഹായമാകും. അപ്പൊ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ഒഴിവാക്കണം. സഹാബാക്കളുടെ രീതി ഉണ്ടായിരുന്നു. ഷെയ്ഖ് പറയാണ്, സഹാബാക്കളെങ്ങാനും അവരുടെ ഉള്ളിൽ ഒരു അശ്രദ്ധ തോന്നിയാല്, അവര് ഈമാനൊക്കെ കുറഞ്ഞു പോകുന്നുണ്ട്, ദുർബലമാകുന്നുണ്ട് തോന്നിയാല് അവര് പരസ്പരം വിളിച്ചിട്ട് പറയും, ഇജ്ലിസ് ബിനാ നുഅ്മിൻ സഅ, നമുക്കൊന്ന് കുറച്ചേരം ഒരുമിച്ചിരിക്കാം, നമുക്ക് കുറച്ചേരം ഈമാൻ വർദ്ധിപ്പിക്കാം, നമുക്കൊന്ന് ഒരുമിച്ചിരുന്നിട്ട് കുറച്ചേരം ഈമാൻ വർദ്ധിപ്പിക്കാം, അള്ളാഹുവിനെ പറ്റി പറയാം, അള്ളാഹു തആല ചെയ്തിട്ട് നിഅമത്തുകളെ പറ്റി പറയാം, പരലോകത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം, അങ്ങനെ നമ്മുടെ ഈമാൻ പുതുക്കാമെന്ന് സഹാബാക്കൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അതുകൊണ്ട് അനാവശ്യ സംസാരങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങൾ ഒഴിവായി നല്ല കാര്യങ്ങൾ ഒഴിയാൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അടുത്തത് ആയത്തുകൾ നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യമാണ് മ്ലേച്ഛതകളിൽ നിന്ന്, പ്രത്യേകിച്ച് വ്യഭിചാരങ്ങൾ പോലെയുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള മ്ലേച്ഛമായ തിന്മകളിൽ നിന്ന് ചാരിത്രശുദ്ധി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹലാലാക്കിയതിൽ മാത്രം ഒതുങ്ങുക എന്നുള്ളത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് ഉത്തരം ചെയ്യേണ്ടി വരുമല്ലോ, ആ ഭയത്തിൽ, ആ വിശ്വാസത്തിൽ ആ തിന്മകളിൽ നിന്ന് നാം ഒഴിവാകുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തിന്മകളായിരിക്കും. അതിൽ നിന്ന് നാം ഒഴിവായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കും. അവന്റെ ഈമാനിൽ ഒരു സുരക്ഷിതമായ അവസ്ഥ അവനുണ്ടാകും. അടുത്തത് ആയത്തുകൾ കിട്ടുന്ന കാര്യം അമാനത്ത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുക. അത് ഓരോ കരാറുകൾ, അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ച വല്ല അമാനത്തുമുണ്ടെങ്കിൽ, അവനുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടെങ്കിൽ അത് കാത്തു സൂക്ഷിക്കുന്നവൻ മുഅ്മിനാണ്. അതായത് അങ്ങനെയുള്ള സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ അത് കാരണത്താൽ വർദ്ധിക്കാനുള്ള കാര്യമുണ്ടാകും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ആർക്കാണോ അമാനത്തില്ലാത്തത്, അതായത് ഒരാളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാത്തത്, അവന് ഈമാനില്ല എന്നുള്ളത്. അപ്പൊ നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ അമാനത്ത് പാലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് ഈമാനികമായിട്ടൊരു നന്മയുണ്ട് എന്നുള്ളതാണ്. ഒരാളെ നമ്മൾ അയാളുടെ ഈമാനിന്റെ അവസ്ഥ അവർക്ക് മനസ്സിലാകണമെങ്കിൽ അവന്റെ അവസ്ഥ പരിശോധിച്ചാൽ മതി. ഏത് വിഷയത്തിൽ? അവന്റെ അമാനത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ വാക്ക്. അവനൊരു വാക്ക് പറഞ്ഞാൽ എത്രത്തോളം അതിന് കൂറു പുലർത്തുന്നുണ്ട്. മുനാഫിഖുകളുടെ ലക്ഷണങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞ കാര്യം ഒന്നെന്താണ്? അവൻ കരാറ് പറഞ്ഞാൽ ലംഘിക്കും. കരാറ് പറഞ്ഞാൽ ലംഘിക്കുന്നവൻ ഈമാൻ ഇല്ലാത്ത കപടം നിറഞ്ഞ നിഫാഖ് നിറഞ്ഞവനാണ് അവന്റെ സംസാരങ്ങൾ. രണ്ടാമത്തേത് അവന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള അവന്റെ കരാറുകൾ എങ്ങനെയാണ്, ആ വിഷയങ്ങളൊക്കെ പരിശോധിക്കുക. അതുപോലെ തന്നെ അമാനാത്തിൽ ഹുഖൂഖ്, അവൻ നൽകേണ്ട അവകാശങ്ങൾ അവൻ നൽകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതായത് ഒരടിമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യേണ്ട അവകാശങ്ങളുണ്ട്, ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരടിമയ്ക്ക് അവന്റെ ചുറ്റുമുള്ള സൃഷ്ടികളോടുള്ള ചില ഹക്കുകളുണ്ട്. അതായത് അവന്റെ മാതാപിതാക്കൾക്ക് അവനിൽ ലഭിക്കേണ്ട ഹക്കുകളുണ്ട്. അതവൻ ചെയ്യേണ്ട കാര്യമല്ല, അവരുടെ അവകാശമാണ്. അതുപോലെ അവന്റെ മക്കൾക്ക്, അവന്റെ ഭാര്യമാർക്ക്, അതുപോലെ തന്നെ കുടുംബക്കാർക്ക്, അയൽവാസികൾക്ക്, അതുപോലെയുള്ള മുഅ്മിനീങ്ങൾക്ക് മൊത്തം, മുസ്ലിമീങ്ങൾക്ക് മൊത്തം, ഓരോ ആളുകൾക്കും നമ്മിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങളുണ്ട്. അത് നമ്മൾ വീട്ടേണ്ട കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടമല്ല അവിടെ വിഷയം. അവർക്ക് നമ്മുടെ മേലെയുള്ള ഈ അവകാശങ്ങൾ വീട്ടിക്കൊടുക്കുന്നുണ്ടോ? ഒരാൾ അത് വീട്ടിക്കൊടുക്കുന്നുണ്ട് എങ്കിൽ, ഇതുപോലെയുള്ള അമാനത്തുകൾ പാലിക്കുന്നുണ്ട് എങ്കിൽ, കരാറ് പാലിക്കുന്നുണ്ട് എങ്കിൽ അവൻ ഈമാൻ ഉള്ളവനാണ്. അങ്ങനെ നമ്മൾ പാലിച്ചാൽ അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇതിനെതിരായിട്ടുണ്ടായാൽ നമ്മുടെ ഈമാൻ കുറക്കുകയും ചെയ്യും. ഒരു ഈമാനിന്റെ വലിയ വിഷയമാണത്. ഒരു മുസ്ലിമിന്റെ ഏറ്റവും മഹത്തരമായ സ്വഭാവമാണ് അമാനത്ത് പാലിക്കുക എന്നുള്ളത്. അമാനത്ത് പാലിക്കുക, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉബൈദ
പിന്നെ അമീനുൽ ഉമ്മ എന്ന് ഈ സഹാബിയെ പറഞ്ഞു. അബൂബൈദ റളിയല്ലാഹു അൻഹുവിനെ അമീനുൽ ഉമ്മ എന്നാണ് പറഞ്ഞത്. ഈ ഉമ്മത്തിനെ വിശ്വസ്തൻ, അത്രത്തോളം അമാനത്ത് പാലിക്കുന്ന വിശ്വസ്തനായിരുന്നു. അപ്പൊ ആ ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തത് അവസാനമായിട്ട് ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മുഹാഫളതു അലൽ സ്വലവാത്ത്, നമസ്കാരങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അലാ ഹുദൂദിഹ വ ഹുഖൂഖിഹ വ ഔഖാതിഹ, നമസ്കാരത്തിന് നമ്മൾ കൊടുക്കേണ്ട അതിന്റെ കൃത്യമായ രീതിയിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട അവകാശങ്ങൾ. അതായത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ അവകാശമാണ് ഖുശൂഅ്, നമസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വലിയ അബദ്ധം സംഭവിക്കുന്നത് നമസ്കാരത്തിൽ ഖുശൂഅ് നഷ്ടപ്പെട്ട് നമസ്കാരം എന്നുള്ള കർമ്മം നിർവഹിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധ പാലിക്കുന്നുണ്ട്. അതായത് അത് പാലിക്കണ്ട എന്നല്ല, പക്ഷേ നമ്മൾ ഒന്നുകൂടി പ്രാധാന്യം ഖുശൂഇന് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല വിഷയങ്ങൾ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് നമസ്കാരത്തെ ഒഴിവാക്കാനും വൈകാനും അനുവദിക്കപ്പെട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ പറയുന്ന വിഷയങ്ങളിൽ അതിന്റെ എല്ലാം ഉദ്ദേശമായിട്ട് ഉലമാക്കൾ മനസ്സിലാക്കുന്നത് നമസ്കാരത്തിന് ഖുശൂഅ് നഷ്ടപ്പെടരുത് എന്നുള്ളതാണ്. എത്ര ചിലപ്പോ ഭക്ഷണം അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്, ഒരുവന് വിശക്കുന്നുണ്ട്, ഇവിടെ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, അവൻ എന്ത് ചെയ്യണം? അവന്റെ വിശപ്പ് മാറുന്ന രീതിയിൽ ഭക്ഷണം, അവന് ആഗ്രഹം ചെയ്യുന്ന രീതിയിൽ ഭക്ഷണം. കാരണം പരിഷ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അല്ലെങ്കിൽ മലമൂത്ര വിസർജനത്തിന് ആവശ്യക്കാരനായി നിൽക്കുകയാണ്, അപ്പൊ ഇഖാമത്ത് കൊടുത്തു, അപ്പൊ എടുത്ത് വിചാരിക്കുകയാണ് എങ്ങനെ ഇതൊന്നും ജമാഅത്ത് നിസ്കരിച്ചവനെ പിടിച്ചു നിന്നിട്ട് പോയാൽ മതി. അങ്ങനെയല്ല, അവന്റെ ആവശ്യം പൂർത്തീകരിച്ച് നമസ്കാരത്തിന് വന്നാൽ മതി. കാരണം എന്താണ്? അവന് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടണം. അങ്ങനെ എല്ലാ വിഷയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഔഖാതിഹ, അതിന്റെ സമയം, നമസ്കാരത്തിന് നിർണയിക്കപ്പെട്ടിട്ടുള്ള സമയം അത് കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ശേഖ് പറയാണ്. ലിഅന്നൽ മുഹാഫളത അലാ ദാലിക ബിമൻസിലത്തിൽ മാഇൽ ലദി യജ്രി അലാ ബുസ്താനിൽ ഈമാൻ, നമസ്കാരം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പൂന്തോട്ടത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ്. ഈമാനിന്റെ പൂന്തോട്ടത്തിലേക്ക് വെള്ളമൊഴിക്കുന്നത് പോലെയാണ് നമസ്കാരം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ഈ വെള്ളമൊഴിക്കുമ്പോൾ, ഈ നമസ്കാരം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ഈമാൻ ആ വെള്ളം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പിന്നെ വളർന്ന് പോഷിപ്പിച്ച ആ തോട്ടം വളരുന്നത് പോലെ ഈ നമസ്കാരം കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന് സൂചിപ്പിച്ചതാണ്. എന്ത് കാരണം കൊണ്ടും നമ്മൾ ഇഖ്തിയാരിയായി നമ്മുടെ തീരുമാനപ്രകാരമുള്ള ഒരു കാരണം കൊണ്ടും നമസ്കാരം നാം ഒഴിവാക്കരുത്. ജമാഅത്തായ നമസ്കാരം പ്രത്യേകിച്ച് നമ്മുടെ കഴിവിന്റെ പരമാവധി സുന്നത്തായ നമസ്കാരങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. അത് നമ്മുടെ ഈമാനിനെ ഏറ്റവും നല്ല രീതി വർദ്ധിപ്പിക്കും. അതുപോലെ രാവും പകലുമായിട്ടുള്ള ഈ എല്ലാ അഅ്മാലുകളും അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യമായിരിക്കും. ഇതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മൾ ധാരാളം ചിന്തിക്കേണ്ടതും പ്രവർത്തനത്തിൽ കൊണ്ടുവരേണ്ടതുമായ കാര്യമാണ്. ഇത് ശേഖ് അടുത്തത് പറയുന്നതാണ് ومن جواعي الإيمان وأسبابه, ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾപ്പെട്ട അടുത്തൊരു കാര്യം الدعوة إلى الله وإلى دينه, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കും അവന്റെ ദീനിലേക്കും ദഅവത്ത് നടത്തുക എന്നുള്ളത്, ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് പരസ്പരം നിങ്ങൾ നന്മയിൽ സഹായിക്കണം. അതുപോലെ വതവാസി ബിൽ ഹഖ് വതവാസി ബിസ് സബ്ർ, പിന്നെ പരസ്പരം ഹഖ് കൊണ്ട് സഹായിക്കുക, സൂറത്തുൽ അസ്റിൽ പറഞ്ഞത്. അതുപോലെ ക്ഷമ കൊണ്ട് സഹായിക്കുക എന്നുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, നന്മ കൽപ്പിക്കുക എന്നത്, തിന്മ തടയുക എന്നുള്ളത് ദീനിന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യമായിട്ട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പറഞ്ഞത് കാണാം. മുഅ്മിനീങ്ങളുടെ ലക്ഷണമായിട്ട് അത് പറഞ്ഞത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അസ്റിൽ പറഞ്ഞു 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഒരാളുണ്ടോ അവൻ ഹസ്റത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ അസ്റിൽ പറഞ്ഞ 4 കാര്യങ്ങൾ. 1 ഈമാൻ, യഥാർത്ഥ വിശ്വാസം. 2 അമലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. ഈ 2 കാര്യം കൊണ്ട് പൂർത്തിയാകുന്ന കാര്യമാണ് ദഅവത്തു ഇലല്ലാഹ്. ഈ 2 ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ ഒരാൾക്ക് സാധിക്കുക, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുപോലെ ഈ വിഷയങ്ങളിലെല്ലാം ക്ഷമ അവലംബിക്കുക എന്നുള്ളത്. ഇത് ശേഖ് പറയുകയാണ്, ഈ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുത്തനുണ്ടാക്കുന്ന നേട്ടം.
അവൻ എപ്പോഴും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനാണ് ഇറങ്ങുന്നത്, അള്ളാഹുവിന്റെ ദീനാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് അവൻ സ്വാഭാവികമായിട്ടും ദീനിന്റെ അറിവുകളെ കുറിച്ച് തേടും, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കും. കാരണം ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് അവൻ കൂടുതൽ അള്ളാഹുവിനെ അറിയും, അവന്റെ ദീനിനെ അറിയും, അത് അവന്റെ ഈമാൻ വർദ്ധിപ്പിക്കും എന്ന് ശേഖ് പറയാണ്. നമുക്കറിയുന്ന ഒരു കായികയാണ്, ഒരുത്തന് ഒരു കർമ്മത്തിനുള്ള പ്രതിഫലം അള്ളാഹു തആല കൊടുക്കുന്നത് അവന്റെ കർമ്മത്തിന്റെ ഇനമനുസരിച്ചിട്ടാണ്. അവൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ അതനുസരിച്ചിട്ടുള്ള പ്രതിഫലം, നന്മയായാലും തിന്മയായാലും ദുനിയാവിലാണെങ്കിലും പരലോകത്തിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഇവിടെ ഒരാൾ അള്ളാഹുവിനെ സഹായിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിനെ വളർത്താൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ വേണ്ടി, തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടി ദഅവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിയാൽ, അതിൽ ക്ഷമ അവലംബിച്ചാൽ അതിന് യോജിച്ച പ്രതിഫലം അള്ളാഹു തആല നൽകും. എന്താണ് കൊടുക്കുക? അവന്റെ ഖൽബിൽ അള്ളാഹു തആല നൂറിട്ട് കൊടുക്കും, അവന്റെ ഈമാന് ശക്തി പകരും. വഖുവ്വത്തു തവക്കുൽ, തവക്കുലിന് അവന് ശക്തി പകരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ അവന് വർദ്ധിക്കും, അവൻ അള്ളാഹുവിന്റെ തവക്കുൽ വർദ്ധിക്കും, അള്ളാഹു അവന്റെ ഖൽബിൽ നൂറിട്ട് കൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിന്റെ ദഅവത്തിൽ നാം മുഴുകണം. നമ്മുടെ ഈമാൻ ഇൽമു നേടുകയും അതനുസരിച്ച് കർമ്മം ചെയ്യുകയും അതോടൊപ്പം നാം എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിലേക്ക്, തൗഹീദിലേക്ക്, അള്ളാഹുവിലേക്ക് നമുക്ക് സാധിക്കുന്ന ആളുകളെ ക്ഷണിക്കാൻ നാം സമയം കണ്ടെത്തണം. പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഈ നന്മകൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള നമ്മുടെ ശത്രുക്കളിൽ നമുക്ക് രക്ഷയാണ്. അതായത് നാം കാണുന്ന ശത്രുക്കളായ ശത്രുക്കളിൽ നിന്നും നാം കാണാത്ത പിശാചുക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംരക്ഷണം നൽകും. അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ നഹ്ലിൽ, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലൽ ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ഈമാനുള്ളവരും അല്ലാഹുവിൽ തവക്കുലും ചെയ്യുന്ന ആളുകളുടെ മേലെ, ഈമാനുള്ള ആളുകളുടെ മേലെ ശൈത്താന് യാതൊരു അധികാരവും ഉണ്ടാകില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനി ദഅവത്തിന്റെ മേഖലയിൽ ഇറങ്ങുക എന്നുള്ളത്, അതിനുവേണ്ടി നമ്മുടെ കഴിവെന്താണോ ആ രീതിയിൽ പരിശ്രമിക്കുക എന്നുള്ളത് നമുക്ക് ഒരു കാര്യം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, ഇത് നമ്മുടെ ഈമാൻ ധാരാളമായി വർദ്ധിപ്പിക്കും. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, നാം എന്ത് കർമ്മം ചെയ്യുന്നുവോ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ശേഖ് അടുത്തതും അവസാനത്തവുമായിട്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന വിഷയങ്ങൾ പറയുകയാണ്. വമിൻ അഹമ്മി മവാദിൽ ഈമാൻ വഖവിയാത്ത്, ഈമാൻ വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള, പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമായിട്ട് പറയുന്ന വിഷയമാണ് തൗഫീലുൻ നഫ്സി അലാ മുഖാവമാതി ജമീഇ മാ യുനാഫി അൽ ഈമാൻ. ഈമാനിനെതിരായി നിൽക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിന്ന് നഫ്സിനെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങളും അമലുകളും പ്രവർത്തനങ്ങളും എല്ലാമായിരുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈമാനിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം നാം നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത്. ശേഖ് പറയാണ്, മിൻ ശുഅബിൽ കുഫ്രി വൽ നിഫാഖ് വൽ ഫുസൂഖ് വൽ ഇസ്യാൻ, കുഫറിന്റെ ശാഖകളിൽ നിന്ന്, നിഫാഖിന്റെ ഭാഗങ്ങളിൽ നിന്ന്, ഫുസൂഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാത്ത അവസ്ഥയിൽ നിന്ന്, വൽ ഇസ്യാൻ, ഇസ്യാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ പ്രവർത്തിക്കുന്നതിൽ നിന്ന്, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നാം നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ ഈമാൻ കാത്തു സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മുടെ ഖൽബിലേക്ക് ഈ കുഫ്റിന്റെയും നിഫാഖിന്റെയും ശാഖകൾ കയറുന്നുണ്ടോ? അതുപോലെ നമ്മുടെ കർമ്മങ്ങളിൽ അല്ലാഹു തആല കൽപ്പിച്ചത് അനുസരിക്കാതെ വരുന്ന അവസ്ഥയോ അല്ലാഹു തആല വിരോധിച്ച് ചെയ്യുന്ന അവസ്ഥയോ ഉണ്ടോ നോക്കണം. അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ടും ആ കാരണത്താൽ ഈമാൻ കുറയും. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ശുബ്ഹാത്ത്, രണ്ടാമത്തെ ശഹ്വാത്ത്. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശുബ്ഹാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തന്റെ ഈമാനിനെ കുറിച്ചുള്ള ഇൽമിൽ വരുന്ന സംശയങ്ങൾ, അത് ദുർബലമാകുന്ന അവസ്ഥ. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഉദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ കർമ്മങ്ങളിൽ വരുന്ന ദുർബലമായ അവസ്ഥ. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും ഒരുത്തൻ അവന്റെ നഫ്സിനെ സംരക്ഷിച്ചാൽ, അവനെ ഏറ്റവും നല്ല സുരക്ഷിതമാക്കിയാൽ അവൻ എന്ത് ഖൈറുണ്ടാകും? അവന് ഈമാൻ കാത്തുസൂക്ഷിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ അവന്റെ ഈമാനിൽ വലിയ
ദുർബല അവസ്ഥ അവനുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നഫ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നഫ്സിന് ഏറ്റവും സമാധാനം ലഭിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്യണമെന്നുള്ളതാണ്, നന്മയിലേക്ക് താല്പര്യപ്പെടലാണ്. അപ്പൊ അതേ സമയത്ത് ഒരാൾ ഈ തിന്മയായ കാര്യങ്ങൾ മുഴുകിക്കഴിഞ്ഞാൽ അവന്റെ നഫ്സ് ഒരിക്കലും ആ നന്മ കണ്ടെത്തില്ല, ഈ തിന്മയിൽ തന്നെ തൃപ്തിപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് തിന്മകൾ ഒഴിവാക്കുക എന്നുള്ളത്, അത് ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും ഏതൊരു നിസ്സാരമായ തിന്മയാണെങ്കിലും അത് നമ്മൾ ഒഴിവാക്കണം. ഏതൊരു ചെറിയ നന്മയാണെങ്കിലും അതിന് മുൻകടക്കുകയും വേണം എന്ന് ശേഖ് പറയാണ്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ശുഭത്തും ശേവത്തും എല്ലാം ഒഴിവാക്കിയാൽ അവന്റെ ഈമാൻ ശക്തിപ്പെടും, അവന്റെ ഖുവ്വത്തുണ്ടാവും, അവന്റെ യഖീൻ ഉണ്ടാവും എന്നുള്ള പറഞ്ഞതിന് ശേഖ് പറയാണ്. ഏതുപോലെ അല്ലാഹു തആല ഒരു ഉദാഹരണം പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, കമസലി ജന്നത്തിൻ ബിറബ്വ അസ്വാബഹാ വാബിലുൻ فاتت أكلها ضعفين فإن لم يصبها وابل فطل والله بما تعملون بصير. അല്ലാഹു തആല ഒരു ഉദാഹരണം പറയാം, ഒരു സ്വതക്ക കൊടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പറയാൻ ചെയ്ത അമാലുകളെ പറയാണ്. ഒരു തോട്ടമുണ്ട്, ആ തോട്ടം ഉയർന്ന പ്രദേശത്താണ്, ഉയരമുള്ള പ്രദേശത്താണ്. ആ പ്രദേശത്ത് നല്ലൊരു മഴ ലഭിച്ചാൽ ഇരട്ടിയായിട്ട് അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാവും. കാരണം ഉയർന്ന പ്രദേശങ്ങൾ കൂടുതൽ സൂര്യപ്രകാശവും കൂടുതൽ മഴയും പെട്ടെന്ന് ലഭിക്കുന്നതും നല്ല രീതിയിൽ ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അവിടെ അങ്ങനെ ലഭിച്ചാൽ നല്ല കായ്കനികൾ നൽകും. ഇനി ചെറിയൊരു മഴയാണെങ്കിലും അവർക്ക് ആദ്യം ലഭിക്കുന്നു ആ രീതിയിലായതുകൊണ്ട് അതിൽ നിന്ന് നല്ല കായ്കനികൾ ഉണ്ടാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു തആല നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാം കണ്ടറിയുന്നവനാണ്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുത്തൻ ശുഭത്തും ശൈവത്തും എല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ ദീനിനെ കാത്തു സൂക്ഷിച്ചാൽ കുറച്ചാണെങ്കിലും അവന്റെ ദീൻ ഏറ്റവും സുരക്ഷിതമായിരിക്കും. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല ഇതിനെതിരായിട്ടുള്ള അവസ്ഥ ഒരു ഉപമ പറയുകയാണ്. അയവദ്ദു അഹദുക്കും أن تكون له جنة من نخيل وعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء وأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. الله تعالى പറയാണ്, ഒരാൾ അയാൾക്കൊരു തോട്ടമുണ്ട്, ആ തോട്ടത്തിന് കീഴെ നല്ല അരുവി ഒഴുകുന്നുണ്ട്, അതിൽ ഈന്തപ്പന മരങ്ങളും അതുപോലെ തന്നെ മുന്തിരികളും എല്ലാം ഉണ്ട്, എല്ലാ കായ്ക്കനികളുമുണ്ട്. പക്ഷേ അയാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾ വാർദ്ധക്യത്തിൽ എത്തിയിരിക്കുന്നു, വാർദ്ധക്യത്തിൽ ക്ഷീണിതരായിരിക്കുന്നു. അയാളുടെ മക്കളാണെങ്കിൽ ദുർബലരായിട്ടുള്ള മക്കളാണ്, ഒരു കാര്യം ഏറ്റെടുക്കാനോ ഒന്നിനും കഴിവില്ലാത്ത ദുർബലരായിട്ടുള്ള മക്കളാണ്. അങ്ങനെ ഇരിക്കെ ഇയാളുടെ തോട്ടത്തിലേക്ക് ഒരു തീക്കാറ്റ് വന്നടിച്ച് അതിനെല്ലാം കത്തിക്കരിച്ച് നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ചിന്തിക്കുന്നവർക്ക് നാം ഓരോ ഈ ആയത്തുകൾ വിശദീകരിച്ചു തരികയാണ് എന്നുള്ളത്. അതായത് സഹോദര, നമ്മുടെ ഈമാൻ നമുക്ക് എല്ലാവിധ കാര്യങ്ങളുമുണ്ട്, സൗകര്യങ്ങളുമുണ്ട്. പക്ഷെ എന്നിട്ടും നാം അതിനെ സംരക്ഷിക്കാതെ ശുഭത്തിലും ശഹവത്തിലും അകപ്പെട്ടു പോവുകയാണെങ്കിൽ, എത്ര നല്ല അവസ്ഥയിലാണെങ്കിലും എത്ര നല്ല അവസ്ഥയിലായിരുന്നെങ്കിലും അതെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും, അതെല്ലാം ഒന്നുമല്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഏത് സമയത്തും നാം ഇതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞങ്ങൾക്ക് പറയാണ്. രണ്ട് കാര്യങ്ങളാണ് ഈമാൻ കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത് തഹ്ഖീഖ് ഉസൂലിൽ ഈമാൻ വ ഫുറൂഇ വ തഹഖഖ് ബിഹാ ഇൽമൻ വ അമലൻ വ ഹാലൻ. ഈമാനിന്റെ അടിസ്ഥാനങ്ങളും അതിന്റെ ശാഖകളും നിർബന്ധമായിട്ടുള്ളതും ഐച്ഛികമായിട്ടുമുള്ള ഈമാനിന്റെ ദീനിന്റെ വിഷയങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് വാക്കുകളായിട്ടും പ്രവർത്തനങ്ങളായിട്ടും നമ്മുടെ സ്വഭാവ അവസ്ഥകളായിട്ടും അതിനെ ശ്രദ്ധിക്കുക, അതെല്ലാം കാത്തു സൂക്ഷിക്കുക. രണ്ടാമത്തേത് അസ്സഅയു ഫീ ദഫഇ മാ യുനാഫിഹാ വ യൻഖുദുഹാ ഔ യൻഖുദുഹാ മിനൽ ഫിത്ന വൽ വൽ ബാത്തില. ആന്തരികവും ബാഹ്യമായിട്ടുള്ള ഫിത്നകൾ, അതിൽ നിന്ന് നമ്മുടെ ദീനിനെ സംരക്ഷിക്കുക. നമ്മുടെ ഈമാൻ കുറക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്ന അതുപോലെയുള്ള കാര്യങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുക. ഇനി എന്തെങ്കിലും തിന്മയിൽ അകപ്പെട്ടു പോയാൽ അതിന്റെ മരുന്നെന്താണ്? ഒരാൾ നല്ല രീതിയിൽ ആരോഗ്യം കാത്തു, ശരീരത്തിന്റെ ആരോഗ്യം, ഒരാൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട്, നല്ല വ്യായാമം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അയാൾക്ക് രോഗം വന്നാൽ എന്ത് ചെയ്യും? അത് ചികിത്സിക്കും പഴയ അവസ്ഥയിലേക്ക് എത്താൻ. അതേപോലെ ഒരാൾ ഈമാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, പക്ഷെ അയാൾ എപ്പോഴെങ്കിലും ഒരു തിന്മയിൽ അകപ്പെട്ടാൽ അവൻ മടങ്ങി വരേണ്ടത് എന്താണ്? തൗബത്തുൻ നസൂഹ,
ഏറ്റവും നല്ല രീതിയിൽ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അതിൽ നിന്ന് ഒഴിവായി വരണം. അതാണ് ഒരു മുഅ്മിൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അവന്റെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞ ആയത്ത് ചെയ്തു കൊടുക്കുകയാണ്, ഇന്നല്ലദീന ഇത്തഖൗ ഇദാ മസ്സഹും ത്വാഇഫുൻ മിനശ് ശൈത്താനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർ പിശാച് എന്തെങ്കിലും ഒരു വസ്വാസ് കൊണ്ട് എന്തെങ്കിലും ഒരു തിന്മയിലേക്ക് അവരെ വന്ന് പ്രേരിപ്പിച്ചാൽ തദക്കറു, അവര് അത് മനസ്സിലാക്കുന്നവരാകും, അവർക്ക് ഒരു ബോധം സ്വഭാവമുള്ളവരാകും, അത് അവരതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായിരിക്കും. ഫഇദാ ഹും മുബ്സിറൂൻ, അവര് ഉൾക്കാഴ്ചയുള്ളവരായിട്ട് മാറും. അതായത് അത് തഖ്വയുള്ളവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു നൂറാണ്. തഖ്വയുള്ളവർക്ക് ഒരു തഖ്വയില്ലാത്തവര് എന്തെങ്കിലും ശൈത്താന്റെ വസ്വാസ് വന്നാൽ, ശൈത്താൻ പിഴപ്പിക്കുന്നു വന്നാൽ പിശാചാണെന്ന് തന്നെ മനസ്സിലാവില്ല. എന്നാൽ തഖ്വയുള്ളവർക്ക് ശൈത്താൻ എന്തെങ്കിലും തിന്മയുമായി വരുമ്പോൾ ആ വിഷയത്തിൽ ഉൾക്കാഴ്ചയുണ്ടാകും. ഇന്ന കാര്യം ഞാൻ ചെയ്താൽ ഇന്നാൽ ഇന്ന തെറ്റി, ഞാൻ ആകെ പാപത്തിൽ ഇന്നതിൽ പെട്ടുപോകും, അതുകൊണ്ട് ഇത് ഇന്ന അപകടങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് ഒഴിവാക്കണം എന്നുള്ള ഉൾക്കാഴ്ച ഈ തഖ്വയുള്ളവർ കൊടുക്കും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഈമാനിനെ സംരക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നാം കാത്തുസൂക്ഷിക്കുക, അതേ സമയത്ത് ഈമാനിനെ കുറക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, തിന്മകൾ, അതിൽ നിന്ന് നാം ഒഴിവാവുകയും ചെയ്യുക. കാരണം ആ തിന്മകൾ മുഴുകിക്കഴിഞ്ഞാൽ ശൈത്താൻ വീണ്ടും വീണ്ടും തിന്മകൾക്ക് മുഴുകിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, യമുദ്ദൂനഹും ഫിൽ ഖൈർ സുമ്മ ലാ യുഖ്സിറൂൻ. ശൈത്താനിന്റെ സഹോദരന്മാർ, പിശാചിന്റെ കൂട്ടാളികൾ, അവർ തിന്മയിലേക്ക് മുഴുകിക്കൊണ്ടേയിരിക്കും. ഒരു കുറവ് അവർക്ക് ഉണ്ടാവില്ല, അവർക്ക് മതിയാവൂല. അവർക്ക് ഒരു ശഹവത്തിന്റെയും ശുഭത്തിന്റെ ആളുകൾക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് പിശാച് ഒരുക്കുന്ന കെണികൾക്ക് ഒരു തിന്മയിൽ അവർക്ക് സമാധാനം ഉണ്ടാവൂല. അതിനൊരു തിന്മയിൽ അവസാനം കണ്ടെത്താൻ സാധിക്കില്ല. വീണ്ടും വീണ്ടും എത്ര മ്ലേച്ഛമായ തിന്മകൾ ചെയ്യാൻ പറ്റുമോ അതിലേക്കെല്ലാം അവർ മുഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിന്റെ ഈ വശം നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇനി ശേഖ് ഈ ഫസ്റ്റിൽ അവസാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ഫസ്റ്റുകൾ. ഒന്നാമത്തേത് എന്താണ് ഈമാൻ എന്ന് പഠിപ്പിക്കുന്നത്, 2 ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാത്തു സൂക്ഷിക്കുന്നത്, മൂന്നാമത്തേത് ഈമാൻ കൊണ്ടുള്ള നേട്ടങ്ങൾ ഏതൊക്കെയാണ്. ഈ ഫസ്റ്റിനോട് അവസാനിപ്പിച്ച് ശൈഖ് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനാൽ ഈമാൻ وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين بفضلك ومنتك إنك أنت العليم الحكيم. ഈമാനത്തെ ഇഷ്ടമുള്ളതാക്കാനും നേരായ നയിക്കാനും ശൈഖ് ദുആ ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഫസ്ല്, അൽ ഫസ്ലു الثالث في فوائد الإيمان وثمراته. ഈമാനിന്റെ നേട്ടങ്ങൾ, ഈമാനും കൊണ്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ അതിന്റെ വിഭവങ്ങളെ കുറിച്ച് പറയുന്ന ഫസ്ലാണ് മൂന്നാമത്തേത്. ഇത് അവസാനത്തെ ഫസ്ലാണ്. ഇത് ശേഖ് പറയുന്നത്, തുടക്കം പറയുന്നത്, ഈമാൻ, സഹീഹായ ഈമാൻ എന്നുള്ളത് ഒരു മനുഷ്യന് എന്നെ ചിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചിന്തിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതിനേക്കാൾ എത്രയോ നന്മകൾ അവനുണ്ടാക്കി തരുന്നുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ദുനിയാവിലെയും പരലോകത്തിലെയും എന്തൊക്കെ നന്മകൾ ലഭിക്കുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം ഈമാനാണ്. എന്തൊക്കെ തിന്മകൾ നമ്മളിൽ നിന്ന് തടയുന്നുണ്ടോ അതിന്റെ എല്ലാം അടിസ്ഥാനം ഈമാനാണ്. ഈ ഈമാനിന്റെ ഈ ചില്ലകൾ, ഈ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ശക്തമായി ഉറച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നന്മകൾ ഏറ്റവും ഉത്തമമായിരിക്കും. സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാം വിഷമിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ വിഷയത്തിൽ, അഥവാ അള്ളാഹുവിനോടുള്ള ഹക്കിന്റെ വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പാഴ്ച വന്നുകൊണ്ടായിരിക്കും. ഉറപ്പായും എന്തെങ്കിലും നമുക്ക് അനുഭവിക്കുന്ന ഏതൊരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം, കൃത്യമായി മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കുന്നവന്റെ അവസ്ഥ, അവൻ ചിലപ്പോൾ ബാഹ്യമായിട്ട് ആളുകൾക്ക് തോന്നും അവൻ വളരെ വിഷമത്തിലാണല്ലോ, വളരെ ബുദ്ധിമുട്ടിലാണല്ലോ എന്നുള്ളത്. പക്ഷെ അവനത് സന്തോഷിക്കുകയായിരിക്കും. ചിലപ്പോൾ ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിയായിരിക്കും, പക്ഷെ അവനത് ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന കാര്യമായിരിക്കും. ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുകയായിരിക്കും, പക്ഷെ നമ്മൾ ഏറ്റവും സുഖസൗകര്യത്തിൽ ജീവിക്കുന്ന പോലെ ആയിരിക്കും അവന്റെ അവസ്ഥ. അതവന്റെ ഈമാനിന്റെ ഫലമാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അള്ളാഹുവിനോടുള്ള ഹക്കിന്റെ വീഴ്ച കൊണ്ടായിരിക്കും. ഈമാൻ എല്ലാവിധ നന്മയും നമുക്ക് കൊണ്ടുവരും. അതിന്റെ ഓരോ കാര്യവും ഈമാൻ കൊണ്ടുവരുന്ന നന്മകൾ ഒന്നാമത് പറയുന്നത് അൽ-ഇഖ്തിബാതു ബിവിലായത്തില്ലാഹിൽ ഖാസ്സ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത്, അള്ളാഹുവിന്റെ വലിയാവുക എന്നുള്ളത്, അതുകൊണ്ടുണ്ടാവുന്ന സന്തോഷം, അത് ഈമാൻ കൊണ്ടുവന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയാവുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത ആളായി മാറുക, ഇതിനു വേണ്ടിയിട്ടാണ് നാം മത്സരിക്കേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അതിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അല്ലാഹു തആല പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ അറിയുക, അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരുവിധ ഭയം ഉണ്ടാവില്ല, ഭയപ്പെടേണ്ട ആവശ്യം അവർക്ക് ഉണ്ടാവില്ല. യാതൊരുവിധ ദുഃഖം, കഴിഞ്ഞ കാലങ്ങളെ കുറിച്ചുള്ള ദുഃഖം അവർക്കുണ്ടാവില്ല, വരാൻ പോകുന്ന കാലത്തെ കുറിച്ചൊരു ഭയം അവർക്കുണ്ടാവില്ല. ഏറ്റവും നല്ല സമാധാനമുള്ള അവസ്ഥയിലായിരിക്കും അല്ലാഹുവിന്റെ ഔലിയാക്കൾ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അവരുടെ സിഫത്തുകൾ പറഞ്ഞു, അല്ലദീന ആമനു വകാനൂ യത്തഖൂൻ. അല്ലാഹ് യഥാർത്ഥ ഈമാൻ, തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഈമാനുള്ളവരും അഅ്മാലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നവരുമാണവർ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ പറഞ്ഞത്, വകുല്ലു മുഅ്മിനിൻ തഖിയ്യ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ ഈമാനുള്ള എല്ലാ ആളുകളും അല്ലാഹുവിന്റെ വലിയാണ് എന്നുള്ളത്, അല്ലാഹുവിന്റെ വലിയാണെന്നുള്ളത്. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പലപ്പോഴും ഇതൊരു ആളുകൾക്ക് മനസ്സിലാവാൻ നമ്മൾ ഉദാഹരണം പറയാറുള്ളത്, നമ്മുടെ നാടുകളിൽ ഒരു രാജാവുണ്ട് വിചാരിക്കാം. ആ രാജാവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാവാൻ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ അത് നമ്മൾ ആളുകളെ അറിയിക്കാൻ ശ്രമിക്കും. കാരണം അതൊരു നല്ലൊരു ഇജ്ജത്തായിട്ട് കാണും. പിന്നെ രാജാക്കന്മാരുടെ രാജാവായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയാവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത ബന്ധമുണ്ടാകാൻ നമുക്ക് ഉപകരിക്കുന്ന കാര്യമായിട്ട് ഈ ഈമാൻ നമുക്കുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനല്ലേ നാം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഓരോ ദിവസവും ഈമാനിനെ എങ്ങനെ വളർച്ചയുണ്ടാക്കാം. ഈമാനിന്റെ വളർച്ചയിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല, അത്രയും ഉന്നതമായ അവസ്ഥയിലേക്ക് അത് പോകും. ഈമാനിന്റെ ദർജകൾ അതിലേക്ക് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഇസ്ലാമിന്റെ ദർജ തന്നെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഈമാനിന്റെ ദർജയിലേക്ക് ഉയരാൻ നമ്മൾ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളവരെ കൂടുതൽ കൂടുതൽ ഹിദായത്തിലേക്ക് നയിക്കും. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. മുഅ്മിനീങ്ങളുടെ, ഈമാനുള്ളവരുടെ വലിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അവരെ ദുലുമാറ്റുകളിൽ നിന്ന്, ബാക്കിയുള്ള കുഫ്റിന്റെയും നിഫാഖിന്റെയും എല്ലാം ദുലുമാറ്റുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അല്ലാഹു തആല വഴിയൊരുക്കിക്കൊണ്ടേയിരിക്കും. ജഹലിൽ നിന്ന് ഇൽമിലേക്ക്, പാപങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്, അശ്രദ്ധമായ അവസ്ഥയിൽ നിന്ന് ചിന്തയുള്ള ബോധമായ അവസ്ഥയിലേക്ക് അല്ലാഹു തആല വഴി നടത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിന്റെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളത്. അതിനേക്കാൾ ആനന്ദകരമായ ഒരു കാര്യമില്ല ദുനിയാവിൽ. അതിനേക്കാൾ ആസ്വാദകരമായിട്ടുള്ള ഒന്നും തന്നെ നിങ്ങൾക്ക് ദുനിയാവിൽ ലഭിക്കില്ല. അതുകൊണ്ട് ഈമാനിനെ കാത്തു സൂക്ഷിക്കാൻ, ഈമാൻ വർദ്ധിപ്പിക്കാൻ ഈ കഴിയുന്ന കാര്യങ്ങളെല്ലാം നാം പരിശ്രമിക്കണം. രണ്ടാമത്തെ വിഷയം ശേഖ് പറഞ്ഞു, ഈമാനിന്റെ സമറാത്തുകളിൽ അൽ ഫൗസു ബിറിളാഇല്ലാഹ് വദാർ കറാമത്തി, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതും കറാമത്തുകളുടെ ഭവനമായ സ്വർഗം, അതിൽ പ്രവേശനം ലഭിക്കുക എന്നുള്ളതും. സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർ, ഈമാനുള്ള സ്ത്രീകൾ, ബഅ്ദുഹും ഔലിയാഉ ബഅ്ദ്, അവർ പരസ്പര സഹായികളാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, അവര് നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ വിരോധിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. വയുഊതൂന സക്കാ, സക്കാത്ത് കൊടുക്കുന്നവരാണ്. വയുതീഊന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ്. ഉലൈക സയർഹമുഹുമുല്ലാഹ് ഇന്നല്ലാഹ അസീസുൽ ഹകീം, അവരുടെ മേലാണ് അല്ലാഹു തആല റഹ്മത്ത് ചൊരിയുക. അല്ലാഹു അസീസുൽ ഹകീമുമാണ് എന്നിട്ട് പറഞ്ഞു, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഈമാനുള്ള പുരുഷന്മാർക്കും ഈമാനുള്ള സ്ത്രീകൾക്കും അല്ലാഹു തആല വാഗ്ദാനം ചെയ്തു, ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, ഖാലിദീന ഫീഹ, അവിടെ സ്ഥിരതാമസം, വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അദീം. അതുപോലെ സ്വർഗത്തിലുള്ള ആ ഭവനവും ത്വയ്യിബായ ഭവനവും അതുപോലെ അല്ലാഹുവിന്റെ തൃപ്തിയും നൽകുമെന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ വിജയം, ഏറ്റവും മഹത്തരമായ വിജയം. സഹോദരങ്ങളെ, ഒരു മുഅ്മിനല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കാം. ഈമാനുള്ള ഒരാളല്ലാതെ ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഈമാനുള്ള ആളുകൾ തന്നെ സ്വർഗത്തിൽ വ്യത്യസ്ത ദർജകളിലായിരിക്കും അവരുടെ ഈമാനിന്റെ അളവനുസരിച്ച്. സ്വർഗത്തിൽ പല ഹദീസുകൾ കാണാം, 100ഓളം ദർജകളുണ്ട്.
100ഓളം ദർജകളുണ്ട്. ആ ഓരോ ദർജയും തമ്മിൽ ആകാശഭൂമികളോളമുള്ള വ്യത്യാസമുണ്ട്. എങ്ങനെയാണ് അവർ ആ ദർജയിൽ എത്തിച്ചേരുന്നത്? എങ്ങനെയാണ് അതിന്റെ ഉന്നതമായ അവസ്ഥയിലെത്തുന്നത്? ഈമാൻ കൊണ്ടാണ്, ഈമാനിന്റെ ശക്തി കൊണ്ടാണ്, ഈമാനിന്റെ യഖീൻ കൊണ്ടും ഖുവ്വത്ത് കൊണ്ടാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഈമാൻ പൂർത്തീകരിക്കാൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ: നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും, അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കും, നമസ്കാരം കൃത്യമായി കാത്തുവയ്ക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് സഹോദരങ്ങൾ സ്വർഗമാണ്. സ്വർഗത്തിൽ തന്നെയും ഉന്നതമായ ദർജകളാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഈമാനിനെ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കണം. അടുത്ത കാര്യം പറയുന്നത് അന്നൽ ഈമാൻ കാമിൽ യംനഉ മിൻ ദുഖൂലിൻ നാർ, നരകത്തിൽ പ്രവേശിക്കുന്നത് പൂർണ്ണമായ ഈമാൻ തടയും. ഈമാനിന്റെ പൂർണ്ണത എന്നുള്ളത് നമുക്കുണ്ടെങ്കിൽ നരകത്തിലുള്ള പ്രവേശനം അവന്റെ മേലെ ഹറാമാണ്. ഇനി പോട്ടെ, ഈമാൻ ഒരു കടുക് മണി തൂക്കം ഈമാനുള്ളവന്റെ അവസ്ഥ നാളെ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും. ഈമാൻ കുറച്ചുണ്ടെങ്കിൽ, ഒരു അംശമുണ്ടെങ്കിൽ, ഒരു അണുമണി തൂക്കമുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം എന്താണെന്നറിയോ? അവൻ ചെയ്ത പാപങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതിന് പകരമായി നരകത്തിലെ ശിക്ഷ അവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയും, ഈമാനിന്റെ ചെറിയ അംശമുള്ള ഒരുവനെങ്കിലും നരകത്തിൽ അവരെ എല്ലാം അതിൽ കൊണ്ടുവരാൻ പറയും. അതിനെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, ഈമാനിന്റെ ഏറ്റവും ചെറിയ അംശത്തിന്റെ കാര്യം പറയുന്നത്. ഈമാനിന്റെ ദർജകൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളെപ്പോഴും പരലോകത്ത് നമുക്ക് അല്ലാഹു തആല വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെ കൽബിന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നവരായിരിക്കണം. അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ ഒഴുകുന്നവരായിരിക്കണം. കാരണം ദുനിയാവ് നിരർത്ഥകമാണ്, അത് നിശ്ചയമാണ്. എത്ര പെട്ടെന്ന് പോകാന്ന് പറയാൻ പറ്റില്ല, എത്ര പെട്ടെന്ന് അത് ഇല്ലാതാകുമെന്ന് പറയാൻ പറ്റില്ല. യാതൊരു ഉറപ്പില്ലാത്ത കാര്യവും ദുനിയാവ്. പക്ഷെ നമുക്ക് ആകെ ഉറപ്പുള്ള കാര്യം മരിക്കുന്നുള്ളത് പരലോകമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തയേക്കാൾ നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മൾ ചില ആളുകള് ശ്രദ്ധിച്ചാൽ മതിയാവും, നമ്മള് ഒരാൾ വീട് വെക്കാൻ വിചാരിക്കാം. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ വലിയ സ്വപ്നം എന്താണ്? ഇവിടെ ഒരു വീടുണ്ടാവണം എന്നുള്ളതാണ്. ആ ഒരു വീടുണ്ടാക്കുമ്പോ അവന്റെ ചിന്ത മുഴുവൻ അതിലായിരിക്കും. അവൻ ചുറ്റും വഴിയിലൂടെ പോകുമ്പോൾ എല്ലാം കാണുക വീട് പണിയുന്ന ഓരോ പണിയുന്ന വീടുകളായിരിക്കും. അതിൽ പണിത് കഴിഞ്ഞിട്ടുള്ള വീടുകളുടെ രൂപങ്ങളായിരിക്കും. അവരതിങ്ങനെ നോക്കൂ, ഈ വീട് കൊള്ളാം, ഇതിന്റെ പണി ഇവിടെ വാർപ്പുത്ര കഴിഞ്ഞിട്ടുണ്ട്, ഇതെന്താ ജനല വെച്ചിരിക്കുന്നത്, ഇതെന്താണ് മരം, ഇതെന്താണ് ടൈൽസ്, അതിനെക്കുറിച്ച് ചിന്തയിൽ ഊഹിക്കൊണ്ടേയിരിക്കും. അതെപ്പോഴും അതിനെക്കുറിച്ച് ചിന്ത. അത് സ്വപ്നം കാണുന്ന പോലെ അതായിരിക്കും. വീട് വെച്ച ആളുകൾക്കറിയാം, ഒരു സ്വപ്നമായിട്ടൊരു വീട് ദുനിയാവിൽ വെച്ച ആളുകൾക്കറിയാം അവരുടെ ചിന്ത എത്രത്തോളം അതായിരുന്നു എന്നുള്ളത്. സഹോദരൻ, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മള് 40, 50, 60 എത്രയോ 70 വർഷത്തെ ദുനിയാവിലെ ഒരു കാര്യത്തെ ശ്രദ്ധിക്കും. നമ്മൾ കാലാകാലം ജീവിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അവിടെയുള്ള അനുഗ്രഹങ്ങൾ, അവിടെയുള്ള ഭവനങ്ങൾ, അതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ ഏതാണ് ഏറ്റവും ഉള്ളിൽ കയറിയിട്ടുണ്ടാവുക? അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളുടെ വിശ്വാസം. അതായത് നമ്മൾ നേരിൽ കാണുന്ന കാര്യങ്ങളെക്കാൾ ആ കാര്യങ്ങളെ നേരിൽ കാണുന്നത് പോലെ അനുഭവിക്കുക. നമ്മൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളെക്കാൾ ഗൈബിയായിട്ടുള്ള അള്ളാഹുവും റസൂലും പറഞ്ഞു തന്ന് അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കാൾ ഖൽബിന്റെ കണ്ടുകൊണ്ട് കാണാൻ സാധിക്കുക ഈമാനിന്റെ ഉന്നതമായ അവസ്ഥയാണ്. ആ ഈമാൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ പറഞ്ഞത് പൂർണ്ണമായ ഈമാൻ നരകത്തിൽ പ്രവേശിക്കുന്നത് നിന്ന് നമ്മെ സംരക്ഷിക്കും. ഒരംശം ഈമാനുള്ളവന് പോലും അല്ലാഹു തആല കൊടുത്തിട്ടുള്ള അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അടുത്ത കാര്യം, അന്നല്ലാഹു യുദാഫിഉ അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്, കാത്തു സംരക്ഷിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യം ദുനിയാവിലെ ഏറ്റവും നല്ല അവസ്ഥകളായിരിക്കും. ദുനിയാവിന് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കുഴപ്പമില്ലാതെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് ആഗ്രഹിക്കുന്നതോട് തെറ്റുമില്ല. ദുനിയാവിന് നല്ലൊരു അവസ്ഥ ഉണ്ടാവണം, രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം, ദാരിദ്ര്യത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം. ഈ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്, അത് തെറ്റല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു സംരക്ഷിക്കും. എല്ലാവിധ
വെറുക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു സംരക്ഷിക്കും. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. യൂനുസ് നബി അലൈഹിസ്സലാം മീനിന്റെ വയറ്റിൽ കിടന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്തു, നാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. അല്ലാഹു തആല മറുപടി പറഞ്ഞത് എന്താണ്? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അല്ലാഹു തആല ഉത്തരം ചെയ്തു. അല്ലാഹു തആല യൂനുസ് നബി അലൈഹിസ്സലാം അനുഭവിച്ച ഞെരുക്കത്തിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു തആല രക്ഷ നൽകി. അങ്ങനെയാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങളെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ദുആ പലപ്പോഴും പറയാറുള്ളതാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദുആ ആണ്. ചെറിയ വാക്കുകളാണെങ്കിലും വിശാലമായ അർത്ഥമുള്ള ദുആ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആനെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? ദഅവത്തു അഖി യൂനുസ്, എന്റെ സഹോദരനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, മാ ദഅ ബിഹാ മക്റൂബൻ ഇല്ലാ ഫറജല്ലാഹു അൻഹു കുർബത. അവൻ ഈ ദുആ കൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന് ദുആ ചെയ്താൽ അവന്റെ ഞെരുക്കത്തിൽ, അവന്റെ ബുദ്ധിമുട്ടിൽ അള്ളാഹു തആല അത് വിശാലമാക്കി കൊടുക്കാതിരിക്കില്ല, അതിൽ നിന്ന് കുറവ് കൊടുക്കാതിരിക്കില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആയത്തുകളിൽ പറഞ്ഞു, വമയ്യത്തഖില്ലാ, ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അവൻ അള്ളാഹു തആല ഒരു വഴിയൊരുക്കി കൊടുക്കും. എന്ത് പ്രശ്നമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിയൊടുക്കും. വമയ്യത്തഖില്ലാ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ, ആരാണോ അള്ളാഹു സൂക്ഷിക്കുന്നത് അവന്റെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിന് ഈമാൻ ഉണ്ടെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഏത് ഞെരുക്കവും അള്ളാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും. അതല്ല എങ്കിൽ അത് ഞെരുക്കിക്കൊണ്ടേയിരിക്കും. ദുനിയാവിന്റെ വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്ത എങ്കിൽ നമ്മുടെ കൽബ് ഞെരുങ്ങും, നമ്മുടെ ചുറ്റുമുള്ള അവസ്ഥകൾ ഞെരുങ്ങും, നമ്മുടെ കാര്യങ്ങളിലൊന്നും തന്നെ നമുക്ക് തുറവി അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാനിന്റെ വലിയൊരു നേട്ടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമെന്നുള്ളത്. അടുത്തൊരു നേട്ടമാണ് ശൈഖ് പറയുന്നത്, അന്നൽ ഈമാന വൽ അമൽ സ്വാലിഹ് അല്ലദീ വഫറഹു യുസ്മിറുൽ ഹയാത്ത് തയ്യിബ ഫീ ഹാദാ ദാർ വഫീ ദാരിൽ ഖറാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉണ്ടാവുന്ന ഈമാൻ, അതുകൊണ്ടുള്ള അമൽ സാലിഹാത്തുകൾ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിലും പരലോകത്തിലും ദുനിയാവിന് തൊയ്യിബായ ഏറ്റവും നല്ല ജീവിതം നമുക്ക് ലഭിക്കും. അതുപോലെ പരലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൻ നഹ്ലിൽ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആരാണോ സൽക്കർമ്മം ചെയ്യുന്നത്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, വഹുവ മുഅ്മിനുൻ, ഈമാനോട് കൂടിയിട്ട്, ഫലനുഹിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, അവൻ അല്ലാഹു തആല ഏറ്റവും ത്വയ്യിബായ ജീവിതം, ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും നല്ല സുഖകരമായ ജീവിതം, അതാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ദുനിയാവ്, അത് അല്ലാഹു തആല കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് ഏറ്റവും നല്ല പ്രതിഫലം പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് യഥാർത്ഥ ഈമാൻ, രണ്ട് അതനുസരിച്ചിട്ടുള്ള അമൽ സാലിഹാത്തുകൾ എന്നുള്ളത് നമുക്കുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഹയാത്തും ത്വയ്യിബയും പരലോകത്തെ ഏറ്റവും നല്ല പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അവസാനിപ്പിക്കാം, ചില ബുദ്ധിമുട്ടുണ്ട് കൊണ്ടല്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി നമ്മള് പിന്നീട് ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചാൽ ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കാം. ഈ കിതാബ് നമ്മൾ പറയാറുള്ളത് പോലെ ഈമാനിന്റെ വിഷയങ്ങളിൽ ധാരാളമായി നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കിതാബാണ്. നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഈമാനിനെ കുറിച്ച് പറയുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ദർസുകൾ കഴിഞ്ഞ് കേൾക്കാത്തവർ കേൾക്കാൻ പരിശ്രമിക്കുക, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ഇത് ജീവിതത്തിൽ അമലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലുള്ള തൗഫീഖ് നൽകട്ടെ. ഈ കിതാബ് പൂർണ്ണമായി കേൾക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്ക് അവസരം നൽകട്ടെ. ഏറ്റവും നല്ല ഈമാനുള്ള മുഅ്മിനീങ്ങളായിട്ട് ദുനിയാവിൽ ജീവിക്കാനും അതിന്റെ സമൃദ്ധികൾ അനുഭവിക്കാനും പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദർജയിലും നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. أقول قولي هذا أستغفر الله لي ولكم أستغفروه إنه هو الغفور الرحيم.
سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. صلى الله على نبينا محمد وعلى آله وأصحابه أجمعين. الحمد لله رب العالمين.